ഡ്രൈവർ ഇല്ലാത്ത വാഹനം ദുബായ് നിരത്തുകളിലേക്ക്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വാഹനത്തിന്റെ പരീക്ഷണ ഓട്ടം നടത്തി. 10 മുതൽ 12 പേർക്ക് സഞ്ചരിക്കാവുന്ന ഡ്രൈവറില്ലാത്ത വാഹനമാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പരീക്ഷണ ഓട്ടം നടത്തുന്നത്. വാഹനത്തിന്റെ 4 വശങ്ങളിലും ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകളും മുൻവശത്തെ ക്യാമറയുമാണ് തടസ്സങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കുതിക്കാൻ ഇതിന് സഹായിക്കുന്നത്. മറ്റു വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ വാഹനത്തിന് തടസ്സം സൃഷ്ടിച്ചാൽ അതിനനുസരിച്ച് സ്വയം ഇതിന്റെ വേഗത കുറയുകയും നിൽക്കുകയും ചെയ്യും. വാഹനത്തിന് മുകളിൽ ലേസർ സംവിധാന ഉപകരണവുമുണ്ട്. It is still in the pilot, and the RTA assigned a committee to create a policy for this type of technology to see what is really requirement due to the new technology from the safety side, from the insurance, from the legalization. പരീക്ഷണ യാത്രയിൽ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് വാഹനം സഞ്ചരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ റോഡിൽ ഇറങ്ങുന്നതോടെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാവും. പൊതുജനങ്ങൾക്ക് ഈ ഡ്രൈവറില്ലാത്ത വാഹനത്തിൽ പരീക്ഷണ യാത്ര നടത്താനുള്ള അവസരവും അധികൃതർ ഒരുക്കിയിരുന്നു. Never been used to a driverless car, so I think it's interesting. ഇലക്ട്രിക് വാഹനമാണിത്, അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദവും. 2030ഓടെ ദുബായിലെ 25% വാഹനങ്ങളും ഡ്രൈവർ ഇല്ലാത്തതായിരിക്കുമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ആദ്യ ചുവടുവെപ്പാണ് ഇത്. ഡ്രൈവറില്ലാത്ത വാഹനത്തിൽ നിന്നും ക്യാമറമാൻ സുജിത് സുന്ദരസിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.